ഹലോ ഗൈസ്, റാം എന്നൊരു ഡയറക്ടർ നിങ്ങൾക്കറിയോ? നമ്മുടെ മമ്മൂക്കാനെ വെച്ച് തമിഴിലെടുത്ത പേരൻസിൻ്റെ ഡയറക്ടർ പുള്ളിക്കാരനാണ്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നിവിൻ പോളിൻ്റെ ഒരു പുതിയ പടമുണ്ട് തമിഴിലെ, 7 കടൽ 7 മലയെന്ന് പറഞ്ഞിട്ട്. ആ മൂവി ഡയറക്ടറും ഈ പറഞ്ഞ റാമാണ്. റാമിൻ്റെ കഴിഞ്ഞ മാസം ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പറന്തു പോ എന്ന് പറഞ്ഞിട്ട്. തമിഴ് നടൻ ശിവയും പിന്നെ മലയാളത്തിലെ ഗ്രേസ് ആൻ്റണിയൊക്കെ അഭിനയിച്ച ഒരു പടമാണ്. പടം ഞാൻ ജിയോ ഹോട്ട്സ്റ്റാറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പടം എനിക്കിഷ്ടമായി. മിഡിൽ ക്ലാസ് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ തമിഴിലേക്ക് ഒരുപാട് നല്ല പടങ്ങൾ വരുന്നുണ്ട്. സോ ആ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ ഒരു പടമാണ് ഈ പറഞ്ഞ പറന്തു പോ. പാരൻറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകൾ കുട്ടികളെ ശരിക്കും എങ്ങനെയാണ് വളർത്തുന്നത്, അവർക്ക് ശരിക്ക് വളർത്തുന്ന രീതി ശരിയാണോ, ഇങ്ങനെയാണോ വളർത്തുന്നത്, അങ്ങനെ കൺഫ്യൂഷൻ ഉള്ള ഒരു അച്ഛൻ്റെ അമ്മയുടെയും അവരുടെ മകൻ്റെ സ്റ്റോറി. ചില നേരത്ത് കുറച്ച് ഇറിറ്റേഷനൊക്കെ നമുക്ക് ഉണ്ടാവും. അതല്ല, കുട്ടി കാണിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആ കുട്ടിയെടുത്ത് തോട്ടിക്കളയാനൊക്കെ തോന്നും. ബട്ട് കുട്ടികൾ അങ്ങനെയാണല്ലോ, നമ്മൾ ചില നേരത്ത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും, എന്നാൽ ചില നേരത്ത് നമ്മൾ ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. കുട്ടികൾ അങ്ങനെയാണ്. കുട്ടികളുടെ മൈൻഡിനെ പറ്റിയും പാരൻസിൻ്റെ മൈൻഡിനെ പറ്റിയൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചു തന്ന എന്നാൽ നല്ല മൂഡിലിരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ലൊരു പടമായിട്ട് എനിക്ക് തോന്നി ഈ പടം. ഈ പടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ പടത്തിൽ നമ്മുടെ മലയാളത്തിലെ ഗ്രേസ് ആൻ്റണി മാത്രമല്ല, അജു വർഗീസ്, വിജയ് യേശുദാസ് ഇവരൊക്കെ ഈ പടത്തിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ടായിരുന്നുണ്ട്. ഈ പടം കാണണമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് OTT വന്നുകൊണ്ടിരുന്നത് കണ്ടത്. പടം എന്തായാലും പേഴ്സണലി എനിക്കിഷ്ടമായി. നിങ്ങളിൽ എത്ര പേർക്ക് ഈ പടം ഇഷ്ടമാവും അറിയില്ല. ചിലരെങ്കിലും ഈ പടം കണ്ടിട്ട് കുറച്ച് ലാഗ് ഉണ്ട്, അല്ലെങ്കിൽ ബോറടിപ്പിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വന്നു എന്നൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട്. സ്ലോ പേസിലാണ് പടം പോകുന്നത്. അത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി കഥയ്ക്കും അത് അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അനാവശ്യമായിട്ടുള്ള ഒരു ഡ്രാമാറ്റിക് സീൻസ് ഒന്നും അങ്ങനെ തോന്നിയില്ല. പിന്നെ പാരൻസിനൊക്കെ ഇത്രയും ക്ഷമയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട്. എന്തായാലും പടം കണ്ടിരിക്കേണ്ട ഒരു പടമെന്ന് എനിക്ക് തോന്നി. എനിവേ, ഇറ്റ് ഈസ് ഓൺലി മൈ ഒപ്പീനിയൻ. ഡോണ്ട് ബി എ ബ്ലൈൻഡ് ഫോളോവർ. നിങ്ങൾ എന്തായാലും കണ്ടു നോക്ക്. ഓക്കെ.